കൊച്ചി കോർപ്പറേഷനിൽ മേയറെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി. KPCC മാനദണ്ഡങ്ങൾ എന്തുകൊണ്ട് പാലിക്കപ്പെട്ടില്ല എന്ന് നേതൃത്വം മറുപടി പറയണമെന്ന് ദീപ്തി മേരി വർഗീസ്. ദീപ്തിയെ അനുകൂലിച്ച് അജയ് തറയിലും മാത്യു കുഴൽനാടൻ MLAയും രംഗത്തെത്തി. പാർട്ടി വേദികളിൽ ചർച്ചയാകാമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അതേസമയം ഡെപ്യൂട്ടി മേയറെ പ്രഖ്യാപിച്ചതിൽ കോൺഗ്രസ് രാഷ്ട്രീയ മര്യാദ കാണിച്ചില്ലെന്ന് മുസ്ലിം ലീഗും കുറ്റപ്പെടുത്തി. കൊച്ചി മേയർ പദത്തിലേക്ക് KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിനെ പരിഗണിക്കാത്തതിനെ ചൊല്ലി കോൺഗ്രസിലുള്ള ഭിന്നത രൂക്ഷമായി. AI ഗ്രൂപ്പുകളുടെ നേതാക്കൾ ചേർന്ന് ദീപ്തിയെ വെട്ടി എന്നുള്ളതാണ് പൊതുവികാരം. പാർട്ടിയിലെ മുതിർന്ന അംഗങ്ങളെ പ്രധാന സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കണമെന്ന KPCC സർക്കുലറും അട്ടിമറിക്കപ്പെട്ടുവെന്ന് ദീപ്തിയെ അനുകൂലിക്കുന്ന നേതാക്കൾ പറയുന്നു. തിരഞ്ഞെടുപ്പിൽ തന്നോട് നേതൃത്വം നൽകാൻ പറഞ്ഞത് പ്രതിപക്ഷ നേതാവാണെന്നും തനിക്ക് കൗൺസിലർമാരുടെ പിന്തുണയില്ല എന്ന് പറയുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ദീപ്തി മേരി വർഗീസ്. ഓപ്പൺ ആയിട്ട് ആളുകളോട് ചോദിച്ചത് തന്നെ അതിൻ്റെ അവർക്കുള്ള സ്വാതന്ത്ര്യം, വോട്ട് അവർക്ക് പിന്തുണ നൽകാനുള്ള സ്വാതന്ത്ര്യത്തെ ബാധിച്ചു എന്നാണ് കരുതേണ്ടത്. ആ ഒരു പ്രോസസ്സ് നടന്ന കാര്യത്തിൽ ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ KPCC പ്രസിഡന്റിനെ അറിയിച്ചിട്ടുമുണ്ട്. പുതിയ പവർ ഗ്രൂപ്പ് രൂപപ്പെട്ടുവെന്ന് DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെതിരെ ആഞ്ഞടിച്ച് അജയ് തറയിൽ രംഗത്തു വന്നു. ദീപ്തിയെ മേയറാക്കാതിരിക്കാനുള്ള ഒരു അജണ്ട ഇവിടെ ഓപ്പറേറ്റ് ചെയ്തത് അത് ആരാണെന്ന് എനിക്കറിയത്തില്ല. ഒരു പുതിയ ഗ്രൂപ്പ് സംവിധാനം ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടായത്. പുതിയ പവർ ഗ്രൂപ്പ് ഈ പാർട്ടിയെ ആർക്കും പോക്കറ്റിലിട്ട് കൊണ്ടുപോകാനാകില്ലെന്ന് VD സതീശൻ ഒളിയമ്പുമായി മാത്യു കുഴൽനാടൻ. ഒരിടത്തൊരു നീതി മറ്റൊരിടത്ത് മേയർ നീയാൽ പറ്റില്ല. പാർട്ടിയുടെ എല്ലാ ഇനിയുള്ള തീരുമാനങ്ങളിലും എല്ലാ തലത്തിലും അത് നടപ്പിലാവട്ടെ എന്നുള്ളതാണ് ഇനി അഭിപ്രായപ്പെടാനുള്ളത്. അതായിരിക്കും പാർട്ടിക്ക് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ദീപ്തി മേരി വർഗീസിന് പ്രയാസമുണ്ടാകുന്നത് സ്വാഭാവികമെന്നും പാർട്ടി വേദികളിൽ ചർച്ച ഉണ്ടാകട്ടെ എന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അവരത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റു പറയാൻ പറ്റില്ല, വിഷമമുണ്ടായിരുന്നെങ്കിൽ തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ പാർട്ടി ഒരു തീരുമാനം എടുത്തു. ഞാൻ വിചാരിക്കുന്നത് പാർട്ടിയുടെ തീരുമാനത്തെ അവർ അംഗീകരിക്കുന്നു. പാർട്ടി തീരുമാനം അന്തിമമാണ് എന്തായാലും. എല്ലാ അമ്പുകളും DCCയുടെ നേർക്ക് വരുമ്പോൾ മേയറെ തിരഞ്ഞെടുത്തതിൽ അസ്വാഭാവികതയില്ലെന്ന് DCC അധ്യക്ഷൻ ഷിയാസിന്റെ മറുപടി. എല്ലാ നേതാക്കന്മാരും കൂട്ടായി എടുത്ത തീരുമാനമാണ്. അത് അറിയിക്കുക DCC പ്രസിഡന്റാണ്. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പാർട്ടിയുടെ യോഗങ്ങളിൽ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒന്ന്. ഡെപ്യൂട്ടി മേയർ സ്ഥാനം ലഭിക്കാത്തതിൽ മുസ്ലിം ലീഗിനും അമർഷം. കോൺഗ്രസ് ഏകപക്ഷീയമായ തീരുമാനമെടുത്തുവെന്നാണ് ലീഗ് വിമർശനം. കോൺഗ്രസിൽ മേയർ സ്ഥാനത്തെ ചൊല്ലി ഇപ്പോഴുള്ള ഗ്രൂപ്പ് പോര് ഇനിയും കടുക്കും. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.